ഏഴയാം ഞാൻ എൻ്റെ അകത്താരിലെഴുന്നള്ളി വാഴണമേ. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. മാലിന്യമാകയും മാറ്റുവതിനുള്ള ജ്ഞാനമെൻ്റെ ആത്മാവിൽ നൽകണമേ. മാലിന്യമാകയും മാറ്റുവതിനുള്ള ജ്ഞാനമെൻ്റെ ആത്മാവിൽ നൽകണമേ. ഭക്തരായുള്ളവർക്കു മുക്തി കൊടുപ്പവനേ, ഭക്തരായുള്ളവർക്കു മുക്തി കൊടുപ്പവനേ. ഭക്തപ്രിയ ഞാനങ്ങേ നിത്യം സ്തുതിച്ചിടുന്നേ, ഭക്തപ്രിയ ഞാനങ്ങേ നിത്യം സ്തുതിച്ചിടുന്നേ. ജ്ഞാനപ്രകാശരൂപ ദിവ്യരജസിൻ കാന്ത, ജ്ഞാനപ്രകാശരൂപ ദിവ്യരജസിൻ കാന്ത, ആത്മാവിൻ രൂപമായി നിത്യം വിളങ്ങണമേ. ആത്മാവിൻ രൂപമായി നിത്യം വിളങ്ങണമേ. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. മിന്നിത്തിളങ്ങിടുന്ന മങ്ങത്ത അന്ധകാരമകറ്റുവാൻ അന്തമില്ലാത്തറിവേകും അന്ധകാരമകറ്റുവാൻ അന്തമില്ലാത്തറിവേകും ബന്ധുവായ ഗുരുവല്ലോ ശുഭാനന്ദം. അന്ധകാരമകറ്റുവാൻ അന്തമില്ലാത്തറിവേകും ബന്ധുവായ ഗുരുവല്ലോ ശുഭാനന്ദം. ആദിയില്ല മധ്യമില്ല അന്തമില്ലാതുള്ള രൂപം, ആദിയില്ല മധ്യമില്ല അന്തമില്ലാതുള്ള രൂപം. ലോകരംഗേ ഖഡ്ഗിയായി വസിച്ചിടുന്നു, ആദിയില്ല മധ്യമില്ല അന്തമില്ലാതുള്ള രൂപം. ലോകരംഗേ ഖഡ്ഗിയായി വസിച്ചിടുന്നു,
നിഷ്കളങ്ക ജ്ഞാനം കേട്ട് ആത്മാക്കളെ നിങ്ങളെല്ലാം ആത്മലോകമായി കൊള്ളുക ആനന്ദിക്കുക കരുത്തേറും ഖഡ്ഗിതന്റെ ബഹുവിധ കലകളായി കരുത്തേറും ഖഡ്ഗിതന്റെ ബഹുവിധ കലകളായി ആത്മലോകെ ആറാടുന്നു ആനന്ദിക്കുന്നു കലിയുഗം ഖഡ്ഗിതന്റെ ആത്മലോകെ ആറാടുന്നു ആനന്ദിക്കുന്നു ആത്മലോകെ ആറാടുന്നു ആനന്ദിക്കുന്നു കലിയുഗ പുരുഷോത്തമൻ തിരുവതാരമായി വന്ന് സമ്പൂർണ്ണ ജ്ഞാനത്തെ ഉപദേശിച്ച് സമ്പൂർണ്ണ മോക്ഷത്തെ കൊടുക്കുന്ന ഈ ദിവ്യമായ അവതാര വാഴ്ചക്കാലത്ത് പൊന്നുപാദത്തിലെത്തുവാനും ഈ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുവാനും ആനന്ദിക്കുവാനും സർവശക്തിയുടെ ശിഷ്യരായി ജീവിക്കുവാനും പരമഭാഗ്യം ലഭിച്ച ഓമനമിത്രങ്ങളെ ഇപ്രകാരം ഒരു ഞായറാഴ്ച കൂടി ഒത്തുചേരുവാനും ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ മഹത്വമാണ് ഒരു മർത്യജന്മത്തിൽ കൂടി എപ്പോഴും പ്രകാശിക്കേണ്ടത്. മഹത്വം, ഭാഗ്യം, സ്വസ്ഥത തിരികെ ദൈവത്തിൽ എത്തിക്കുന്ന കർത്തവ്യമാണ് ഓരോ ജന്മങ്ങൾക്കും ഉള്ളത്. മനുഷ്യന് മാത്രമല്ല, എല്ലാ സൃഷ്ടികൾക്കും അങ്ങനെ തന്നെയാണ്. കാരണം സൃഷ്ടി നടത്തിയത് അതിനു വേണ്ടിയാണ്. തീർച്ചയായും നമ്മൾ ഈ ലോകത്തെ നോക്കി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പോൾ ആ അമ്പരപ്പിൽ നിന്ന് നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചാണ് ഇതിനൊരു ഉടമസ്ഥനുണ്ടെന്നും ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നും മനുഷ്യൻ തിരിച്ചറിഞ്ഞത്. ആ ഉടമസ്ഥനെ എങ്ങനെ സ്വായത്തമാക്കാമെന്ന ചിന്തയിലാണ് തപസ് ആരംഭിച്ചത്. തപസ്സിൽ കൂടി ആർജിച്ച അറിവുകളെ ലോകരംഗത്തേക്ക് എങ്ങനെ വ്യാപരിപ്പിക്കാമെന്ന ചിന്തയിലൂടെയാണ് യാഗം ഉണ്ടായത്. ഉന്നതമായ ആ കർമ്മഫലത്തെ ഏത് വിധത്തിലാണ് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുന്നത്, എൻ്റെ ദൈവത്തിലേക്ക് അത് എത്തിക്കാൻ കഴിയുന്നത് എന്ന ചിന്തയിലാണ് പൂജ അങ്കുരിച്ചത്. ഇന്നിതാ കലിയുഗത്തിൽ ഇതിൻ്റെ എല്ലാം കർമ്മഫലം ഒരു നിഷ്കളങ്കത്വമായ ആത്മാവിൽ പ്രത്യക്ഷീകരിച്ചുകൊണ്ട് സർവാത്മാക്കളിലേക്കും അത് പ്രകാശിപ്പിക്കുവാൻ തക്കവിധം പ്രകാശഗോപുരങ്ങളായി തീരുവാനുള്ള കർത്തവ്യത്തോടുകൂടി കലിയുഗത്തിൽ നിങ്ങൾക്ക് ജന്മം തന്നിരിക്കുന്നു. ഇത് മറവായിരിക്കുന്നതിനാൽ ഇത് തെളിയിക്കുവാൻ നാമസങ്കീർത്തനമായി നാരിയിൽ ജനിച്ച ഗുരു നാരായണാരുവനെ നാമം ധരിച്ച ദേവാ സമ്പൂർണമായ മോക്ഷത്തെ ദാനം ചെയ്യുവാൻ നാമസങ്കീർത്തനമാണ് കലിയുഗത്തിലെ ഏക വഴിയെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ആരാണ് അവതാരമായി വന്നിരിക്കുന്നത്? സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപനാകുന്ന ശുഭാനന്ദമാണ് ആദ്യന്തമില്ലാതെ വിളങ്ങുന്നത്. സർവത്തിലും അകവും പുറവുമായി നിൽക്കുന്ന വസ്തു വളരെയേറെ ചിന്തിച്ച് മനസ്സിലാക്കണം. അകവും പുറവുമായി നിൽക്കുന്ന വസ്തുവാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് തരികയാണ്. ജലാശയത്തിൽ കിടക്കുന്ന ഒരു കുടം, അത് മണ്ണുകൊണ്ടുള്ളതാവട്ടെ, പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാവട്ടെ, ഏതുകൊണ്ടുള്ളതാവട്ടെ, ഒരു കുടം. അപ്പോൾ കുടത്തിനകത്ത് വെള്ളമുണ്ട്, അതിൻ്റെ പുറത്തും എന്തുണ്ട്? ജലാശയത്തിലാണ് കുടം കിടക്കുന്നത്.
അപ്പോൾ അകത്ത് വെള്ളം ഉണ്ടല്ലോ, വെള്ളം നിറഞ്ഞിട്ടല്ലേ താന്നു പോകുന്നത്. അപ്പോൾ അതിന് പുറത്തെന്താണ്? വെള്ളമാണ്. പക്ഷേ കുടത്തിനുള്ളിലെ വെള്ളത്തിന് കുടത്തിലെ വെള്ളം എന്ന് തന്നെയാണ് പേര്. അങ്ങനെ നമ്മൾ പറയുള്ളൂ. അതിന് വെള്ളം എടുത്തു കഴിഞ്ഞാൽ കുടത്തിലെ വെള്ളം. പക്ഷെ വെള്ളം ആ ജലാശയത്തിലെ അല്ലെങ്കിൽ കടലിലെയോ അല്ലെങ്കിൽ കുളത്തിലെയോ ആയിരിക്കും. ഇതുപോലെയാണ് പരബ്രഹ്മസ്വരൂപം ഇതാ പല മൺകുടങ്ങളിലായിട്ട് ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. കോടിക്കണക്കിന് ജന്മങ്ങളിലായി ആ രൂപമാണ് വിലസുന്നത്. അപ്പോൾ പുറമേ എന്താണുള്ളത്? പരബ്രഹ്മം തന്നെയാണ്. അകമേയും ബ്രഹ്മം, പുറമേയും ബ്രഹ്മം. ഈ സത്യമാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് അന്യമെന്നുള്ള ഒരു ചിന്തയോ ആ വിധത്തിലുള്ള ആകുലതകളോ ശത്രുതകളോ ഒന്നും ഉണ്ടാവുകയില്ല. ഉന്നതമാകുന്ന ഈ ആദർശത്തെ ലോകത്തിൽ സ്ഥാപിച്ചത് ഭേദബുദ്ധിയില്ലാത്ത ആത്മബോധം ആത്മാവിൽ വരുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇതിന് ആത്മബോധോദയ സംഘം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പം ആത്മാവിൽ ബോധം ഉദിക്കുവാൻ തക്ക വിധത്തിൽ സത്യസന്ധതയോടും കൃത്യനിഷ്ഠയോടും കൂടി ജീവിതം ചെയ്യേണ്ടത് ആത്മാക്കളുടെ കടമയാണ്. പണ്ടൊരു കുഞ്ഞിനോട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചോദിച്ചു, സത്യസന്ധത കൃത്യനിഷ്ഠ ആർക്ക് വേണം? അപ്പോൾ കുഞ്ഞ് മറുപടി പറഞ്ഞു, ഭഗവാന് വേണം. അതാ ഇവിടെ പലരുടെയും ഉത്തരം. കുഞ്ഞറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് അല്ലേ? ഇവിടെ പലരുടെയും ഉത്തരം അതാണ്. സത്യസന്ധതയും കൃത്യനിഷ്ഠയും ആർക്ക് വേണമെന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ വേണം. ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. അങ്ങനെ ജീവിച്ചാൽ ആത്മബോധത്തിലെത്താൻ പറ്റുകയില്ല, ഈ ആനന്ദം അനുഭവിക്കുവാനും പറ്റുകയില്ല. ആത്മബോധം ഉദിക്കാതെ ശുഭാനന്ദം കാണാൻ പറ്റുകയില്ല. അപ്പം ആത്മബോധം ഉദിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മബോധം നിത്യവെളിച്ചം, ആത്മാവിൻ്റെ കളങ്കങ്ങൾ നീക്കിടും വസ്തു. അളന്നിരിക്കുന്ന വസ്തുവല്ല, ഇത് നിത്യപ്രകാശമാണ്. ആ നിത്യപ്രകാശത്തെ നിന്റെ ആത്മാവിൻ്റെ രൂപമായി നിന്നിൽ തെളിഞ്ഞു കാണണമെങ്കിൽ സത്യസന്ധതയോടുകൂടി ധർമ്മബോധത്തോടുകൂടി സത്യധർമ്മം പൂർത്തിയാകുമ്പോഴാണ് ഉൾക്കണ്ണിന് കാഴ്ച തെളിഞ്ഞു കിട്ടുന്നത്. അപ്പം അതിനായി പ്രയത്നിക്കണം. ഈ ആരാധനയിൽ വളരെ വ്യക്തമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിനായി നിങ്ങൾ ജീവിക്കണം, കർമ്മിക്കണം. എല്ലാ ആഴ്ചകളിലും വരികയും നേർച്ചകൾ സമർപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ആത്മബോധം ഉണ്ടാവണമെന്നില്ല. ഈ അറിയിക്കുന്ന അറിവുകളെ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും പരിശീലനം ചെയ്യണം. പഴയകാലത്ത് ആത്മബോധോദയ സംഘാംഗങ്ങൾ അല്ലാത്തവരോട് സഹകരിക്കാൻ പോലും ആളുകൾക്ക് ഭയമായിരുന്നു. എന്നാൽ അന്ന് സംഘത്തിലുള്ളവർ വളരെ കുറവാണ്. എന്നാൽ പോലും അതിനകത്തുള്ളവരോടും ബന്ധുജനങ്ങളോടും ഒക്കെ ഇടപെടുമ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ പരിധി വെച്ചിട്ടേ ഇടപെടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആരോടും ഇടപെടരുതെന്നല്ല, അവരോട് ഇടപെടുമ്പോൾ ഇത് ഗുരുവിൻ്റെ ശിഷ്യനല്ലല്ലോ എന്നൊരു ചിന്ത. ശത്രുതയല്ല. ചെളിയിൽ നിന്ന് കയറി വന്ന് നിൽക്കുന്ന ഒരു പോത്തിൻ്റെ അടുത്തോട്ട് കല്യാണത്തിന് പോകാൻ ഒരുങ്ങി നല്ല വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ആൾ മനഃപൂർവ്വം പോയി ചാരുവോ? ആരെങ്കിലും പോയി ചാരുവോ? ചിന്തിക്കാൻ പോലും പറ്റില്ല. പോത്ത് നല്ല കുറാന്ന് കിടക്കുന്ന ചെളിക്കകത്തേ ഇറങ്ങത്തുള്ളൂ. ഇറങ്ങി ഇങ്ങനെ കയറി അതിൻ്റെ ഇരട്ടി വലിപ്പത്തിലായിരിക്കും വന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൂടെ പോയി വാലൊന്ന് വീശിയാൽ മതി, നമ്മുടെ കാര്യം ഓക്കെ ആയി. ഊണ് മുടങ്ങിയത് തന്നെ. അതാ അവസ്ഥ അല്ലേ? ഇതുപോലെ നമ്മുടെതൊന്നും നഷ്ടമാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? മാലിന്യത്തിൽ പോകാതെ കരുതി സൂക്ഷിക്കണം. അതിനാണ് ഭയപ്പെടുക എന്നൊരു നിയമം നമുക്ക് തന്നിരിക്കുന്നത്. അതിനു വേണ്ടിയാണ്. നമ്മളിലേക്ക് മാലിന്യം വരാത്ത രീതിയിലുള്ള അതീവമായ ശ്രദ്ധയെയാണ് ഭയപ്പെടുക എന്ന ഗുണം കൊണ്ട് ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ദൈവത്തെ ഭയപ്പെട്ടാൽ പിന്നെ നമ്മളെ ഭയപ്പെടുന്ന ഒരു സംഭവമില്ല. നമ്മളിലാണ് ദൈവം ഇരിക്കുന്നത്. ക്ഷമിക്കുക, സഹിക്കുക, ഭയപ്പെടുക, അനുസരിക്കുക, ദൈവത്തിന് കീഴ്പ്പെടുക. ഇതാണ് പഞ്ചഗുണങ്ങൾ. ഇതിൽ ഭയപ്പെടുക എന്ന തത്വം പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ മാലിന്യങ്ങൾ അല്ലെങ്കിൽ അജ്ഞാനങ്ങൾ നമ്മളിലോട്ട് വരാനിടയാവരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക, ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോയി ബന്ധപ്പെടുക, ഇതൊക്കെ നമ്മളിലേക്ക് ആവശ്യമില്ലാത്ത അജ്ഞാനങ്ങൾ കടന്നു വരാനിടയാകും. അതുകൊണ്ട് എപ്പോഴും കരുതി സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ സത്യധർമ്മം പുലർത്തുന്നതിനുള്ള തീവ്രമായ ഒരു ജ്ഞാനവൈരാഗ്യം അതിൽ നിന്നേ ഉണ്ടാകുകയുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോവുകയും വലിയ ആളുകളാണ് എന്ന് വിചാരിച്ച് ചില ആളുകളോട് പോയി ഇടപെട്ടിട്ട് അവരുടെ കയ്യിലുള്ള അജ്ഞാനങ്ങളെല്ലാം കേട്ട് ആ ആളങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെയേറെ അബദ്ധത്തിലുണ്ടാകും. ഒരുപാട് അബദ്ധങ്ങളുണ്ടാകും. അങ്ങനെ അബദ്ധത്തിലേക്ക് പോകാനല്ല, സുബദ്ധരായി എന്നും ജീവിക്കുവാനാണ് ദൈവം ബന്ധപ്പെടുന്നത്. അത് നിങ്ങൾ മനഃപൂർവ്വം ഒന്ന് മനസ്സിലാക്കണം.
ആത്മാർത്ഥമായി ഒന്ന് മനസ്സിലാക്കണം, വളരെ ചിന്തയോടുകൂടി ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഈ സത്യധർമ്മങ്ങൾ കൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണം. ഇല്ലായെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കുണ്ടാവുകയില്ല. പല ആളുകളിലും ആവശ്യമില്ലാത്ത ചില ചിന്താഗതികൾ ഇരിപ്പുണ്ട്. നേരത്തെ വിട്ടേ ഉണ്ട് ചിലരിലൊക്കെ. പണ്ട് പറയുമായിരുന്നു, നാം എല്ലാവരും ഒന്നാണ്, പയറ് പുഴുങ്ങുമ്പം രണ്ടാണ്. ഒരു സ്വാമി പാടിയത് അവരുടെ അടുത്ത്. കാരണം എന്താ? ആരാധനയ്ക്ക് വന്ന ആള് അന്നൊക്കെ പയറ് പുഴുങ്ങും കാപ്പിയും കൂടെ ആരാധന കഴിയുമ്പോൾ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കൂട്ട് പൊറോട്ടയും പിന്നെ ചിക്കൻ പോലെ തോന്നിക്കുന്ന കറിയും. വെള്ളിയാഴ്ച ആയപ്പോൾ ചിക്കൻ കഴിക്കാൻ പറ്റുന്നത്, ചിക്കൻ പോലെ തോന്നിക്കുന്ന കറി വിടാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറത്തൊരു പഴം, പിന്നെ അതിൻ്റെ പുറത്ത് സേമിയ, പിന്നെ ഒക്കുമെങ്കിൽ ഒരു വടയും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ. ഇതെല്ലാം കൂടെ വെച്ച് ആരാധനയുടെ ശാപ്പാടൊരുക്കുന്നു. ഇതെല്ലാം കൂടെ കഴിച്ചില്ലെങ്കിൽ ആരാധനയ്ക്കൊരു സുഖമില്ല. നല്ല പായസമായിരുന്നു, നല്ല ആരാധനയായിരുന്നു എന്നാണോ ആരെങ്കിലും പറയുന്നത്? ഇന്നിപ്പോൾ വന്ന അനേകം ആളുകൾ എന്നോട് പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച ആരാധന വളരെ അനുഗ്രഹമായിരുന്നു. എങ്ങനെ അനുഗ്രഹം ഉണ്ടായത്? സേമിയ കൊടുത്തിട്ടാണ്, അതോ അടപ്രഥമം കൊടുത്തിട്ടാണ്? അല്ല, ഈശ്വരൻ്റെ എഴുന്നള്ളത്താണ് നമുക്ക് അനുഗ്രഹമായി ഭവിക്കുന്നത്. അതാണ് വരേണ്ടത്. ഇപ്പം നമുക്ക് ഈ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് മാറ്റിവെച്ചിട്ട് അന്ന് ഈ പയറ് പുഴുങ്ങി കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ ഇവിടുന്ന് കഴിക്കില്ല, ചില സാധുക്കളുടെ വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല. അതെ, എനിക്ക് ഗ്യാസ് പിടിക്കത്തില്ല, ഞാൻ വീട്ടിൽ പോയി എന്തെങ്കിലും ചുക്കുവെള്ളം എല്ലാം കുടിച്ചോണ്ട് കിടക്കാമെന്ന് പറഞ്ഞ് പോകും. അപ്പം ഇത് പലയിടത്തായപ്പോൾ ഈ സ്വാമിക്ക് മനസ്സിലായി ഈ ആളിൻ്റെ രോഗം ജാതി കൂടിയതാണ്, ബാക്കിയുള്ളതൊക്കെ ജാതി കുറഞ്ഞതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കഴിക്കാനൊരു പ്രയാസം. എന്നാൽ ഇവിടെ വന്ന് പല അനുഭവങ്ങളുണ്ടായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാനും വയ്യ. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യമായി കാര്യം മനസ്സിലായപ്പോൾ പാടിയതാണ്, നാം എല്ലാവരും ഒന്നാണ്, പയറ് പുഴുങ്ങുമ്പം രണ്ടാണ്. മനസ്സിലായോ? അതുപോരാ, നമ്മൾ ഭേദബുദ്ധി മാറണം. ഇന്ന് വിചാരിച്ച് എല്ലാവരുടെ അടുക്കളയിൽ കയറി കൈയിട്ട് വാരി തിന്നണമെന്നല്ല ഈ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഒരു അന്തസ്സ് വേണം. ഒരു വീട്ടിലോട്ട് ചെന്ന് ആവശ്യമില്ലാതെ അവരുടെ അടുക്കളയ്ക്കകത്ത് കയറി നിരങ്ങി അവിടെയും കയറി ഇവിടെയും കയറി, അതൊന്നും ഒരു മര്യാദയല്ല. സ്നേഹം, ബന്ധം, ഇതൊക്കെ അതിൻ്റേതായ ഒരു അന്തസ്സോടുകൂടി കൈകാര്യം ചെയ്യത്തക്കവണ്ണം ഓരോരുത്തരിലും ഒരു ഉത്ബോധം ഉണ്ടാവണം. ഭേദബുദ്ധി വേണ്ട, അതുണ്ടാവാനേ പാടില്ല. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്, ഒരു അന്തസ്സുണ്ട്. അത് നമ്മൾ നിലനിർത്തണം. മനസ്സിലായി? ചില ആളുകൾക്ക് എല്ലാവരും അങ്ങനെ റൂമിൽ കയറുന്നൊന്നും ഇഷ്ടപ്പെടുകയില്ല. അതല്ലല്ലോ എൻ്റെ ശരി. നമുക്ക് അവരവർക്ക് അവരവരുടേതായ ജീവിത രീതികളാണ്. അത് ചിലപ്പോൾ മോശമായിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ നല്ലതായിട്ടുള്ളതായിരിക്കും. അത് മറ്റൊരാൾ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ല ശരിയായിട്ടുള്ള ഇഷ്ടമെന്ന് പറയുന്നത്. പോരായ്മകൾ കണ്ടറിഞ്ഞ് തിരുത്തുവാനും നന്മയിൽ സന്തോഷിക്കുവാനും ഉള്ള ഒരു ബന്ധം, അതാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അത് അന്തസ്സോടുകൂടിയ ഇടപെടലുകളാണ്, അന്തസ്സോടുകൂടിയ ബന്ധങ്ങളാണ്. അവിടെ ഭേദബുദ്ധി വരികയില്ല. ഏത് ജാതി, ഏത് മതം, ഏത് വർണ്ണം, ഏത് വർഗം, ഇതൊന്നും നമ്മൾ ചോദിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ഭേദബുദ്ധിയില്ലാത്ത ആത്മബോധം ഓരോരുത്തരിലും ഉളവാകുവാൻ തക്കവിധം മഹാശക്തിയുടെ കാരുണ്യത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി നയിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുവാൻ ഓരോരുത്തരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ കർമ്മങ്ങൾ ഇന്നിപ്പോൾ 2 ശാഖാശ്രമങ്ങളിൽ ആദർശക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച പൂരം പക്കനാൾ ദിനത്തിൽ മുണ്ടേരിമ ശാഖാശ്രമത്തിൻ്റെയും നിലമ്പൂർ ശാഖാശ്രമത്തിൻ്റെയും അത്യുന്നതമായ വാർഷികാഘോഷം നടക്കുകയാണ്. അതുപോലെ അന്നേ ദിവസം തന്നെ കുന്നം ശാഖാശ്രമത്തിൻ്റെ വാർഷികവും നടക്കുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം ശാസ്താംകോട്ട ശാഖാശ്രമ വാർഷികം നടക്കുന്നു. അതിൻ്റെ പിറ്റേന്ന് വയനാട് ശാഖാശ്രമ വാർഷികം നടക്കുന്നു. 7-ാം തീയതി കാസർഗോഡ് ശാഖാശ്രമ വാർഷികം നടക്കുന്നു. അങ്ങനെ ഉന്നതമായ കർമ്മങ്ങളെല്ലാം നടത്തി നമ്മൾ 7-ാം തീയതി നടത്തി 8-ാം തീയതി കൊടിയിറങ്ങിയാൽ 10-ാം തീയതി പൂരാടം ജന്മനക്ഷത്രം. അത് കഴിഞ്ഞാൽ ഒരു 7 ദിവസം കഴിയുമ്പോൾ ആദർശ കൊടിയേറ്റാണ്. എന്തിനു വേണ്ടിയാണ് ഒരു കൊടിയേറുന്നത്? ജന്മിയാകുന്ന ഗുരുവിൻ്റെ തിരുവവതാര സുദിനം ഘോഷിക്കുവാൻ. എല്ലാവരും ഒരുങ്ങി തുടങ്ങിയോ? ഒരുങ്ങിയോ? ഒരുക്കം തുടങ്ങി എന്നുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിയേ. വെറുതെ വെക്കരുത്. എന്തോ ഒരുങ്ങിയേ? വഞ്ചിയെ തൂത്ത് തുടച്ച് പൊതിഞ്ഞു വെച്ചോ? അതാണോ ഒരുക്കം? ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടും,
നാൾ പൂരം ജന്മനക്ഷത്രം ആഘോഷിക്കേണ്ടത്. അങ്ങനെ ആഘോഷിക്കുവാൻ എല്ലാവരും ഒരുങ്ങിക്കൊള്ളുക. ഈ പ്രാവശ്യത്തെ പൂരം ജന്മനക്ഷത്രം ആഘോഷിക്കുമ്പോൾ നമുക്ക് വളരെ ശക്തമായി ആലോചിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ആശ്രയിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിക്കുക എന്നുള്ളത്. വേണ്ടേ? നിങ്ങളെപ്പോലെ തന്നെ വിദേശത്ത് കഴിയുന്നവർക്കും ഈ സന്നിധാനത്തിൽ വന്ന് പൂരം ആഘോഷിക്കാൻ അവസരം ഉണ്ടാകണ്ടേ? വേണോ? എങ്കിൽ നമ്മളെല്ലാവരും ഉറ്റു പ്രാർത്ഥിക്കണം. അപ്പം നമ്മളിവിടെ പ്രാർത്ഥന നടത്തി, ഒരു ഞായറാഴ്ച പ്രാർത്ഥന അതിനുവേണ്ടി നടത്തി, കഴിഞ്ഞ പൂരം പക്കനാൾ അതിനുവേണ്ടി നടത്തി. ഇതെല്ലാം അവരവിടെ ഇരുന്നുകൊണ്ട് അറിഞ്ഞു നമ്മളിങ്ങനെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നു എന്ന് അവരറിയുമല്ലോ, ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയും. ഞാനിതൊന്നും പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. എനിക്ക് കാര്യം സാധിക്കണം, ഈ യുദ്ധം ഒഴിവാകണം എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. കാരണം നമ്മുടെ സന്താനങ്ങളാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. അപ്പം അതുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന തിരിച്ചറിവോടുകൂടിയാണ് അത് ഒഴിവാകുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞുങ്ങളത് അറിഞ്ഞു. അപ്പോൾ അവരുടെ ആഗ്രഹപ്രകാരം ഇന്നത്തെ ആരാധനയ്ക്ക് വന്നു ചേരുന്ന നിങ്ങൾക്കെല്ലാം ഭക്ഷണം തരാൻ വേണ്ടിയുള്ള ധനം 3-4 രാജ്യങ്ങളിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. അവരെത്രത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം, യുദ്ധം ഒഴിവാകുമാറാകട്ടെ. അതുപോലെ ഇന്ന് ഇപ്പോൾ ആത്മശാന്തിക്ക് വേണ്ടി നിലവിളക്ക് സമർപ്പിച്ച അമ്മയുടെ വകയായിട്ടും അല്പം ധനം അർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഭക്തൻ്റെ വകയായിട്ട് പായസത്തിന് അർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 3-4 പേരുടെ നേർച്ചയായിട്ടാണ് ഇന്നത്തെ, 3-4 എന്ന് പറയാൻ പറ്റില്ലല്ലോ, 2 വ്യക്തികളുടെയും 3 രാജ്യങ്ങളുടെയും വകയായിട്ട് ഇന്നത്തെ അന്നദാനം കൂടി നടക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും വിശേഷപ്പെട്ട ഒരു ആരാധനയായി നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. വിദേശ രാജ്യങ്ങൾ കഴിയുന്ന നമ്മുടെ പൊന്നോമനകൾക്ക് ഉന്നതമായ മഹാഭാഗ്യം, ശാന്തി, സമാധാനം ഇതെല്ലാം അനുഭവിക്കുവാൻ തക്ക വിധം എല്ലാം ഈശ്വരൻ ഒരുക്കുമാറാകട്ടെ. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഈശ്വരൻ വർദ്ധിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാം അനുഭവിക്കുമ്പോഴും മറന്നു പോകരുതാത്ത ഒരു മഹാസത്യമാണ് ഈ പ്രാർത്ഥനയും അതിലേക്കുള്ള ശ്രദ്ധയും. ദൈവമെൻ്റെ ആത്മാവിൽ ആനന്ദിച്ചിടുവാൻ ആരാധിച്ചിടുന്നു നാഥനെ, ആരാധിച്ചിടുന്നു ആരാധിച്ചിടുന്ന ആത്മാക്കളിലെല്ലാം ആനന്ദിച്ചിടുന്ന നാഥനെന്നും ആനന്ദിച്ചിടുന്ന ആരാധിച്ചിടുന്ന ആരാധന എന്തിനു വേണ്ടിയുള്ളതാണ്? ആത്മാവിൽ ആനന്ദരൂപന്റെ വാഴ്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദൈവം എന്റെ ആത്മാവിൽ ആനന്ദിച്ചിടുവാൻ ആരാധിച്ചിടുന്നു നാഥ എന്നാണ് കീർത്തനം. അപ്പൊ ഈ ആരാധന എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? ആത്മാവിൽ ആനന്ദത്തെ അനുഭവമാക്കിടുവാൻ, ആത്മാവിൽ ആത്മാവിൽ ആനന്ദത്തെ അനുഭവമാക്കിടുവാൻ, ആരാധന നടത്തുന്നു അഖിലേശ്വരൻ, ആരാധന നടത്തുന്നു, ആരാധന നടത്തുന്നു അഖിലേശ്വരൻ, ആത്മാവിൽ ആനന്ദത്തെ അനുഭവമാക്കിടുവാൻ,
ആരാധന നടത്തി. അറിയേണ്ട അറിവറിഞ്ഞു ആരാധന നടത്തി. അറിയേണ്ട അറിവറിഞ്ഞു ആരാധന നടത്തി. ആനന്ദമനുഭവിക്കുക ആത്മാക്കളെല്ലാം ആനന്ദമനുഭവിക്കുക. ആനന്ദമനുഭവിക്കുക ആത്മാക്കളെല്ലാം. അറിയേണ്ട അറിവറിഞ്ഞു ആരാധന നടത്തി. ആനന്ദമനുഭവിക്കുക ആത്മാക്കളെല്ലാം ആനന്ദമനുഭവിക്കുക. അപ്പോ അറിയേണ്ടതറിഞ്ഞ് ആചരിക്കേണ്ടതുപോലെ ആചരിച്ച് വിശുദ്ധീകരിച്ച ഹൃദയത്തോടുകൂടി നടത്തേണ്ട കർമ്മമാണ് ആരാധന. ആ ആരാധനയാണ് ഈശ്വരൻ ഇവിടെ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവിനെ ആനന്ദിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമല്ലാതെ ഒരു ലക്ഷ്യവും ഇതിനില്ല. അതുകൊണ്ടാണ് ഈ ആരാധനയിൽ കൂടി ആനന്ദം അനുഭവമാകുന്നത്. വെറുതെ ഒന്ന് കണ്ടുകേട്ട് പോകാമെന്ന് കരുതി വന്ന പല ആളുകളും ഈ കൂട്ടത്തിൽ ഇന്ന് അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. ഇന്ന ഇന്ന ആളുകളൊക്കെ അവിടെ പോകുന്നുണ്ടല്ലോ, ഒന്ന് കണ്ടിട്ട് പോരാം എന്ന് കരുതി വന്ന പല ആത്മാക്കളും ഇന്ന് നമ്മുടെ അംഗങ്ങളായും പ്രവർത്തകരായും ഈ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ടാണത് അങ്ങനെ ആയിത്തീരുന്നത്? ഇവിടെ വരുന്നവർക്ക് ഞാൻ എന്തെങ്കിലും കൂടുതലായി ഭൗതികമായ എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ടാണോ? നിങ്ങൾ എന്നെ ആദ്യമായി കാണാൻ വന്ന ഒരു സ്വർണ്ണമാല ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യവും കൊടുക്കാറില്ല. ആഹാര സമയമാണെങ്കിൽ ആഹാരം കിട്ടും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാറില്ല. എന്നാൽ ആദി അന്തമില്ലാത്ത ആനന്ദം നൽകുവാൻ ആദിപുരാണ പുരുഷൻ വന്നു. ആദി അന്തമില്ലാത്ത ആനന്ദം നൽകുവാൻ ആദിപുരാണ പുരുഷൻ വന്നു. ആദി അന്തമില്ലാത്ത ആനന്ദം നൽകുവാൻ ആദിപുരാണ പുരുഷൻ വന്നു. അജ്ഞാന സംഹാരം ചെയ്തിട്ട് ഉൾക്കാമ്പിൽ ഉൾപ്രകാശത്തെ പകർന്നിടുന്നു. അജ്ഞാനം സംഹാരം ചെയ്തിട്ട് ഉൾക്കാമ്പിൽ ഉൾപ്രകാശത്തെ പകർത്തിടുന്നു. അജ്ഞാന സംഹാരം ചെയ്തിട്ട് ഉൾക്കാമ്പിൽ ഉൾപ്രകാശത്തെ പകർത്തിടുന്നു. ആത്മപ്രകാശം ഉൽപ്പന്നമായി കാണുന്ന ആത്മബോധോദയം കണ്ടിടുന്നു. ആത്മപ്രകാശം ഉൽപ്പന്നമായി കാണുന്ന ആത്മബോധോദയം കണ്ടിടുന്നു. ആത്മപ്രകാശം ഉൽപ്പന്നമായി കാണുന്ന ആത്മബോധോദയം കണ്ടിടുന്നു. ആത്മബോധോദയം കാണുന്ന ആത്മാവിൽ ആദി അന്തമില്ലാത്ത ആനന്ദമേ. ആത്മബോധോദയം കാണുന്ന ആത്മാവിൽ ആദി അന്തമില്ലാത്ത ആനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ എന്റെ സദ്ഗുരു വാഴ്ചയാൽ ആനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ എന്റെ സദ്ഗുരു
ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ എൻ്റെ സദ്ഗുരു അക്ഷരാനന്ദമേ 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 ആദ്യന്തമില്ലാത്ത ആനന്ദം നൽകുവാൻ ആദിപുരാണ പുരുഷൻ അവതാരമായി വന്ന് ആനന്ദം ആത്മാവിൽ അനുഭവമാക്കുകയാണ്. ആദിപുരാണ പുരുഷൻ മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുന്നത് കൊണ്ടാണ് ഈ ആരാധനയിൽ കൂടി ആനന്ദം ആത്മലോകത്തിന് അനുഭവമാകുന്നത്. അങ്ങനെ ആരാധനയിൽ കൂടി ആനന്ദം അനുഭവമാകുന്നത് കൊണ്ടാണ് ഒരു മാത്രം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതുന്നവർ പോലും അടിപണിഞ്ഞ് ആശ്രയിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. എന്തുകൊണ്ട്? ആത്മാവിന്റെ ഉടമസ്ഥനാണ് ആദിപുരാണ പുരുഷൻ. ആ ഇടയന്റെ ശബ്ദം ആടുകൾക്കറിയാമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉടമസ്ഥന്റെ ശബ്ദം ആത്മാവ് തിരിച്ചറിയുന്നു. അതാണ് ഏറ്റവും പരമോന്നതമായ മഹാഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ഇത് ജന്മാന്തര ഗുണമുള്ളവർക്കേ ഇത് പ്രത്യേകമായും പ്രത്യക്ഷമായും തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. ചില ആളുകൾക്ക് ഇതിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി എന്ന് പറഞ്ഞാലും എത്ര ആരാധനയ്ക്ക് ഇരുത്തി എന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. എന്തുകൊണ്ട്? ജന്മാന്തര ദോഷമെന്ന ആ മായാമറ അങ്ങനെ മൂടിയിരിക്കുകയാണ്. അത് വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റണം. ആ ഖഡ്ഗായുധം തന്നെ പ്രയോഗിക്കണം. അതിന് വേണ്ടുന്ന ഒരു സഹകരണം ആ ആത്മാവ് കൂടി ചെയ്തെങ്കിലേ പൂർണ്ണമായത് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട്? കർമ്മം ചെയ്യുവാനുള്ള നിയോഗം ആത്മാവിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഒരു ആത്മാവ് ചെയ്യേണ്ടുന്ന കർമ്മം മറ്റൊരാൾ ചെയ്താൽ അത് പൂർത്തീകരണമാവുകയില്ല. അപ്പൊ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കൂടി ഇതിൽ പരിശീലിക്കണമെന്ന് വിചാരിച്ച് മാതാപിതാക്കൾ അവരെ കൂടി ഇതിലൊക്കെ ഉൾപ്പെടുത്തും. അപ്പൊ പിതാവിന് ജോലിക്ക് പോകേണ്ട സമയമാകുമ്പോ നോക്കിയപ്പോ കറിയൊന്നും ആയില്ല, മറ്റു കാര്യങ്ങളൊന്നും ആയില്ല, ഇന്ന ഇത്ര സമയം കൂടിയേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ചെന്ന് ഈ അറിവുള്ള മാതാവ് തന്നെ ഓടിച്ചെന്നതെല്ലാം പെട്ടെന്ന് അങ്ങ് പൂർത്തീകരിക്കും. വേണ്ട വിധത്തിൽ ചെയ്യുമ്പോൾ വേഗതയോടുകൂടി ചെയ്യാൻ പറ്റും. അറിവില്ലാത്ത ആൾ എത്ര വെപ്രാളം പിടിച്ചെന്ന് പറഞ്ഞാലും കാര്യം പൂർത്തീകരിക്കപ്പെടുകയില്ല. വെപ്രാളം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോഴത്തെ ആളുകൾക്ക് എന്ത് പറഞ്ഞാലും പറയൂ ടെൻഷൻ ടെൻഷൻ ടെൻഷൻ, ഇത് മാത്രമേ ഉള്ളൂ കേൾക്കാൻ. എന്താ കാര്യം? അറിവും ആത്മസമർപ്പണവും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ മാതാവ് ഓടിച്ചെന്ന് ഇത് പൂർത്തീകരിച്ച് കാര്യം അങ്ങ് നടത്തി പിതാവിനെ അങ്ങ് പറഞ്ഞയക്കും. അപ്പൊ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ജോലി ആ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി മാതാവ് തന്നെ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അത് ബാഹ്യമായ കർമ്മങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്റെ കുഞ്ഞിന് ആനന്ദം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് 2 ദിവസം ഇനി ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്നൊരു മാതാവ് തീരുമാനിച്ചാൽ ഒരിക്കലും ആത്മാവിന് ആനന്ദം കിട്ടാൻ പോകുന്നില്ല. ആ ആത്മാവ് തന്നെ സ്വയം തീരുമാനിക്കണം. ആനന്ദം മതിയെ, എനിക്ക് ആനന്ദം മതിയെ, ആദിനാഥൻ തരുന്ന ആനന്ദം മതിയെ. ആനന്ദം മതിയെ,
പ്രാവശ്യത്തെ താരാസ്വി സമാപനത്തിന് പാടിയ കീർത്തനമാണിത്. ആ താരാസ്വി സമാപന സമയമായപ്പോ ഗുരുദക്ഷിണ നടന്നുകൊണ്ടിരുന്നപ്പോ വിദേശത്ത് നിന്ന് 2 പേർ വന്നു. 2 രാജ്യത്തു നിന്ന് വന്നവരാണ്. ഞാൻ നോക്കിയപ്പോ താരാസ്തുതിക്ക് ഇരുന്നവരെക്കാൾ ഗംഭീരമായിട്ട് ഇവർ ആനന്ദം കൊണ്ട് മതിമറന്ന് തുള്ളുകയാണ്. വെറുതെ ഒരു പ്രശംസവാക്ക് പറയല്ല, സത്യമായും അനുഭവമായ കാര്യം പറയുകയാണ്. ആ തുള്ളാൻ വേണ്ടി വന്ന പോലെയാണ് ഇങ്ങോട്ട് വന്ന് ഈ കീർത്തനം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഉത്തരത്തിൽ ചെന്ന് മുട്ടും തല അതുപോലെയാണ് ചാടി. കുറച്ച് നീളമുള്ള ഒരാളാണ് ഒന്ന് നീളം കുറഞ്ഞ ആളായിരുന്നു. അതുകൊണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. സ്ത്രീ ഒരു ഭക്തയായിരുന്നു, ഒന്നൊരു ഭക്തനുമായിരുന്നു. ആ വാതിലിന്റെ അടുത്താണ് നിന്നത്. ഭക്ത ഈ വാതിലിന്റെ അടുത്താണ് നിന്നത്. കാരണം ഗുരുദക്ഷിണ കഴിഞ്ഞ് കയറി അകത്തോട്ട് നിന്നപ്പോഴാണ് നമ്മൾ ഈ കീർത്തനം പാടുന്നത്. ആനന്ദം മതി എനിക്ക് ആനന്ദം മതി. പോയി താരാസ്തുതി നടക്കുന്നുവെന്നും ഇന്ന കാര്യങ്ങൾ അതിൽ കൂടി അനുഭവമാകുന്നു എന്നും ശ്രദ്ധയോടുകൂടി ഓർമ്മയോടുകൂടി ആശ്രയത്തോടുകൂടി കാത്തിരുന്ന് സമാപനത്തിനെങ്കിലും ഇവിടെ വന്നു ചേരണമെന്ന ആഗ്രഹത്തോട് വന്നതുകൊണ്ടാണ്. അവർ 2 പേരും അന്ന് പ്രഭാതത്തിലാണ് ഗൾഫിൽ നിന്ന് എത്തിയത്. ചില ആളുകളൊക്കെ ആണെങ്കിൽ അയ്യോ കുഞ്ഞ് എന്നാ വന്നേ, 2 മാസമായി. ഞാൻ പെട്ടെന്ന് അങ്ങ് മൗനമായി പോകും. കാരണം 2 മാസം മുമ്പ് വന്ന ആൾ ഇപ്പോഴാണ് ഈ സന്നിധാനത്തിലേക്ക് കാണാൻ വരുന്നത്. പോകാൻ നേരം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. വിസ കിട്ടുന്നില്ല, ടിക്കറ്റ് കിട്ടുന്നില്ല, അങ്ങനെ കിട്ടുന്നില്ല, ഇങ്ങനെ കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ആ എംബസി അനുവദിച്ചില്ല, ഈ എംബസി അനുവദിച്ചില്ലെന്ന് വേണ്ട എന്തെല്ലാം കോലാഹലങ്ങളാണ്. ഇതെല്ലാം നടത്തി പൂർത്തീകരിച്ച് കാര്യം കയ്യിലായി കഴിയുമ്പോൾ കുറച്ച് കാശുമൊക്കെ ആയി, എല്ലാം ഒരുവിധം സ്വസ്ഥമായി എന്ന് കണ്ടപ്പോൾ പിന്നെ പാലം കടക്കോളം നാരായണ, പാലം കടക്കുമ്പം നിങ്ങൾ പറഞ്ഞാ ഞാൻ പറയത്തില്ല. ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയത്തില്ല. ആനന്ദം മതി എനിക്ക് ആനന്ദം മതിയേ, ആനന്ദം മതിയേ, ലോക സുഖങ്ങൾ എനിക്കിനി വേണ്ട, ആനന്ദം മതിയേ, ആനന്ദം മതിയേ. ഓരോ ആത്മാവും തീരുമാനിക്കണം. അങ്ങനെ ആത്മാവിൽ ആനന്ദം വേണമെന്ന് സ്വയം തീരുമാനിക്കുമ്പോഴാണ് ആ തിരുവുള്ളം കനിഞ്ഞ് അനുഗ്രഹിക്കുന്നത്. എന്റെ കുഞ്ഞ് വളരെ കാലമായി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, പല സുഖങ്ങളും അവൻ ഉപേക്ഷിക്കുന്നു, പല കാര്യങ്ങളും അവൻ ഒഴിവാക്കുന്നു, ആരാധനകളിൽ വന്നു ചേരുന്നു, ഇതല്ലാതെ മറ്റൊരു ചിന്തയില്ലാതെ ജീവിക്കുന്നു. അവനിലേക്ക് ആനന്ദമുണ്ടാകട്ടെ. ആ തീരുമാനം ഉണ്ടാകുന്ന നിമിഷം തന്നെ ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും, ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും. മാറാത്തോരാനന്ദമില്ലേ, ആനന്ദം ആനന്ദം പരമാനന്ദം തന്നെ. എവിടെ നിന്നാലും, എത്ര ജനമധ്യത്തിൽ നിന്നാലും, എത്ര തിരക്കേറിയ സ്ഥലത്ത് നിന്നാലും, എത്ര ദുഃഖകരമായ അവസ്ഥകളുടെ നടുവിൽ നിന്നാലും, വെള്ളത്തിൽ വെണ്ണ പോലെ സുഖമെന്നും ദുഃഖത്തിൻ മീതെ നിൽക്കുമെന്ന് കൽപ്പിച്ച കൽപ്പന
കേൾക്കുമെന്ന് കൽപ്പിച്ച കൽപ്പന, ആ കൽപ്പന പോലെ നിന്റെ ആത്മാവ് എന്നും ആനന്ദത്താൽ ഉയർന്നു പ്രശോഭിക്കണം. ആ പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ പൂജാ സ്ഥലങ്ങളിലും ഒക്കെ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോൾ ആ ഉരുളിക്കകത്തോ ചെറിയ മൺകലത്തിനകത്തോ ഒക്കെ വെണ്ണ ഉരുട്ടി കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു കൊടുക്കും. എന്താ കാരണം? വെണ്ണ കട്ടുണ്ണുന്ന കണ്ണനാണേ. ആ എങ്ങനെയാ ഇത്? ഈ വെണ്ണ എന്താണ് എന്ന് ആർക്കും തിരിച്ചറിവില്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞ ആത്മപ്രകാശം ഉൽപ്പന്നം. ആ ആത്മാവ് സ്വയം പ്രകാശത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഉൽപ്പന്നം ഉണ്ടാകും. അതാണ് ആത്മബോധം. ആ ആത്മബോധം ആനന്ദത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നു. അങ്ങനെ ആത്മാവ് ആനന്ദിക്കുമ്പോൾ ആ ആത്മാവിനെയാണ് ഈശ്വരന് ഇഷ്ടം. അല്ലാതെ പശുവിനെ വളർത്തി പാല് കറന്നെടുത്ത് ഉറയൊഴിച്ച് അതിനെ തൈരാക്കി കടഞ്ഞ് ആ തൈരിനെ എടുത്ത് അവിടെ കൊണ്ട് നുരുട്ടി വെച്ചിട്ട് ഭഗവാൻ സ്വീകരിക്കില്ല. അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് നല്ല ഗുണമുള്ള സാധനമാണ്. ശരീരത്തിന് വളരെയേറെ ഗുണമുള്ളതാണ്. കൊളസ്ട്രോൾ അധികം ഉള്ളവർ ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. ബാക്കി ആർക്കും ഉപയോഗിക്കാം. നല്ല ഗുണമുള്ള സാധനമാണ്. വിശേഷിച്ച് യോഗയൊക്കെ പരിശീലിക്കുമ്പോൾ ആ യോഗാചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ അളവിലെങ്കിലും പശുവിൻ നെയ്യ് ആ ഉള്ളിൽ ചെന്നിരിക്കണം എന്ന്. കാരണം യോഗ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടുകൾ പുറത്തു പോകുന്നതോടൊപ്പം ആ നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങൾ കൂടി വിയർപ്പിന്റെ കൂടെ പുറത്തു പോകുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് സമയം നമ്മൾ വിയർപ്പ് തുടയ്ക്കും, പിന്നീട് തുടയ്ക്കാൻ പാടില്ല എന്നാണ്. ഇത് ശരീരത്തേക്ക് തന്നെ തേച്ചു പിടിപ്പിക്കണമെന്നാണ് യോഗയുടെ നിയമം. യോഗ കൃത്യമായി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. യോഗയാണ് എന്ന് പറഞ്ഞ് കസർത്ത് കാണിക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ല. യോഗ യഥാർത്ഥമായി പഠിച്ചിട്ടുള്ളവർക്ക് ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇത് ദേഹത്തേക്ക് തന്നെ തിരിച്ചു തേക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? വിയർപ്പിൽ കൂടി പുറത്തു പോകുന്ന പ്രോട്ടീനുകൾ നമ്മുടെ ഉള്ളിലേക്ക് വിയർപ്പ് നാളികൾ കൂടി അകത്ത് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ത്വക്കിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ എണ്ണ പുരട്ടുമ്പോഴും അല്ലെങ്കിൽ ഓയിൻമെന്റ് പുരട്ടുമ്പോഴും ഒക്കെ വേദന ശമിക്കുന്നത്. ആ സുഷിരങ്ങളിലൂടെ ആ ചർമ്മത്തിന് അടിയിൽ ചെന്നിട്ട് അത് ഞരമ്പുകളിലൂടെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ വലിയൊരു ഫാക്ടറിയാണ് മനുഷ്യ ശരീരം. വലിയൊരു അത്ഭുത പ്രതിഭാസമാണിത്. അപ്പൊ അങ്ങനെയുള്ള ഈ വെണ്ണ ഒരിക്കലും ഈ പശുവിന്റെ വെണ്ണയല്ല നമുക്ക് കൊടുക്കേണ്ടത്. ആനന്ദം അനുഭവിക്കുന്ന ആത്മാവിനെ തിരുമുമ്പാ കാഴ്ചവെക്കണം. തിരുമുൽ കാഴ്ചവയ്ക്കണം സൽക്കർമ്മ ഫലമെല്ലാം തിരുമുൽ എന്നാളുമതല്ലാതെ സമർപ്പിക്കാനൊന്നുമില്ല. ഉന്നതനാകുന്ന ഗുരുവിന്റെ ജ്ഞാനത്തെ ആത്മാവിലായി സ്വീകരിച്ച് തപസ് ചെയ്യണം. അതാണ് ഉറയൊഴിക്കുക. ആ ഉറയൊഴിച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുലിക്ക് പോകത്തില്ലല്ലോ. ആ അടക്കി ഒരിടത്ത് വെക്കും, ചലനമില്ലാതെ ഒരിടത്ത് വെക്കും. അപ്പോഴാണ് അതിൽ നിന്ന് വെണ്ണ തിരിഞ്ഞു കിട്ടുന്നത്. ആ അപ്പോഴും കിട്ടുന്നത് എങ്ങനെയാണ്? നിന്ന് കടയണം. കടയുന്നതാണ് ത്യാഗകർമ്മം. ആ പരിശുദ്ധ കർമ്മങ്ങൾ ചെയ്ത് പരിവർത്തനം വരണം ആത്മാവിന്. അങ്ങനെ കടഞ്ഞ് ആ ആത്മബോധോദയം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുവാൻ തക്ക വിധത്തിൽ മാർഗദീപങ്ങളായി ഗുരു തന്നെ ഓരോ ശരീരങ്ങൾ കൂടി പ്രവർത്തിച്ചാണ് ആത്മബോധോദയ സംഘം നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന ആത്മബോധോദയ സംഘത്തിൽ മരണമില്ലാത്ത പരമഗുരുവിനെ ഇന്നും കാണുന്നു എന്ന് പ്രത്യക്ഷാനുഭവമുള്ളവരൊന്ന് കൈയടിച്ചു കേട്ടാൽ കൊള്ളാം. അപ്രകാരം ശാന്തി സ്വരൂപനായി 12 സംവത്സരക്കാലം ആത്മലോകത്തെ സ്നേഹിച്ചും വാത്സല്യിച്ചും ഓമനിച്ചും തൂമന്ദഹാസം
എന്നിൽ പകർന്നു തൂമഹിമ എന്നിൽ ദാനം ചെയ്തു ആ പുഞ്ചിരി തൂകുന്ന പൊന്മുഖമോർത്താൽ മതി വരികയില്ല. ഓ ഉന്നതമാകുന്ന തേൻമൊഴികൾ ഓർത്താൽ മതി വരികയില്ല. ആ പ്രസരിക്കുന്ന മഹാശാന്തി അനുഭവിച്ചാലും മതി വരികയില്ല. അങ്ങനെ ശാന്തി സ്വരൂപനായി 12 വർഷം വാണിരുന്ന തിരുമേനിയുടെ പുരാണൻ ജന്മനക്ഷത്ര മഹോത്സവമാണ് ഈ വരുന്ന 10-ാം തീയതി നടക്കാൻ പോകുന്നത്. ഈ സുഖവും ആനന്ദവും അനുഭവിക്കുന്ന എന്റെ സന്താനങ്ങൾ എല്ലാവരും ഈ സന്നിധാനത്തിലെത്തി ഉന്നതമായ കർമ്മങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി ആഘോഷിക്കണമെന്ന് ഞാൻ പ്രത്യേകം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വിശിഷ്ടാതിഥികൾ പലരും വരുന്നുണ്ട്. ഉന്നതമായ കർമ്മങ്ങൾ പലതും നടക്കുന്നുണ്ട്. അപ്പോഴും ആത്മബോധോദയ സംഘാംഗങ്ങളായ ഭക്തസമൂഹത്തിന് എന്താണ് ആവശ്യം? ആരാധനയാണ് ആവശ്യം. നമ്മുടെ ഹൃദയം ആനന്ദിക്കുന്നത് സ്തുതികളിലൂടെയാണ്, ആരാധനകളിലൂടെയാണ്. അങ്ങനെ ഉന്നതമായ നിലയിൽ ആ ദിനത്തിൽ ആനന്ദാനുഭവമായി തീരുവാൻ സർവപ്രകൃതികളും ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഒത്തുചേർന്ന് നിന്ന് സർവശക്തി എഴുന്നള്ളി നിന്ന് ഉന്നതമായ ആനന്ദത്തിലെല്ലാം നടത്തി തരുമാറാകട്ടെ. അത് കഴിഞ്ഞാൽ തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഉന്നതനാകുന്ന ദൈവം ലോകത്തിലേക്ക് തിരുവവതാരമായ ദിനം, അജ്ഞാന സംഹാര ഖഡ്ഗി ഉദയമായി വന്ന ദിനം, ആത്മലോക രക്ഷാർത്ഥം ആത്മനാഥൻ തിരുവവതാരമായി വന്ന ദിനം, സമ്പൂർണാനന്ദത്തെ ശുഭാനന്ദമായി പകർന്നു നൽകുവാൻ ശുഭാനന്ദ അവതാരം സംഭവിച്ച ദിനം, ആ ദിനം ആഘോഷിക്കേണ്ടത് ഭക്തലോകത്തിന്റെ കടമയാണ്, മാറ്റിവെക്കാൻ പാടില്ലാത്ത കർത്തവ്യമാണ്. അതുകൊണ്ട് ഒത്തുചേർന്ന് ആഘോഷിക്കുവാൻ എല്ലാവരും തീരുമാനിക്കുക. ഉള്ളും പുറവുമായി എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ തന്നെ ഒരുക്കുക. ആ ആശ്രമത്തിൽ കുറെ ആളുകളൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടെ ഒരുക്കിക്കോളും എന്നല്ല തീരുമാനിക്കേണ്ടത്. എന്റെ ഗുരുവിന്റെ ജന്മദിനം നടക്കുമ്പോ അവിടെ ഒരുക്കപ്പെടുന്ന കർമ്മങ്ങളിൽ എന്റെയും കൂടി ഒരു ഭാഗധേയത്വം ആവശ്യമുണ്ട്. അയ്യോ അവിടെ 10-200 ആളുണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോ ഞാൻ പോയില്ലേലും കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവസരം കിട്ടി അത് ചെയ്യണം, എന്റെ കടമയാണ്. എന്റെ ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടത് എന്റെ കടമയാണ്. അങ്ങനെ ആലോചിച്ച് സൽചിന്തയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി വന്നു ചേർന്ന് ഉള്ളും കുറവുമായെല്ലാം ഒരുക്കിക്കൊള്ളുക. ആ ശക്തി ആഘോഷിച്ച് ആനന്ദിക്കുവാൻ കാത്തു നിൽക്കുകയാണ്. എന്റെ സന്താനങ്ങളുടെ ഹൃദയമൊരുക്കി അതിൽ എഴുന്നള്ളി നിന്നുകൊണ്ട് ആനന്ദിക്കുന്നതാണ് എന്റെ സുഖം. അങ്ങനെ എഴുന്നള്ളി വരുവാൻ തക്ക വിധം ഹൃദയപരിശുദ്ധിയോടുകൂടി എല്ലാ ആത്മാക്കളും വന്നു ചേരുവാൻ മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. തടസ്സമായി നിൽക്കുന്ന മഹായുദ്ധം ഒഴിവാകുമാറാകട്ടെ. ഉന്നതനാവുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യവും അനുഗ്രഹവും ആനന്ദവും വിദേശ രാജ്യങ്ങൾ ജീവിക്കുന്ന എന്റെ സന്താനങ്ങൾക്ക് കൂടി അനുഭവമാകത്തക്ക വിധം അതുപോലെ ഈ ഭാരത രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി ജീവിക്കുന്ന എന്റെ സന്താനങ്ങൾക്കും വന്നു ചേരുവാനും ആനന്ദം അനുഭവിക്കുവാനും മഹാശക്തി ഇടയാക്കുമാറാകട്ടെ.
എല്ലാ തടസ്സങ്ങളും മാറട്ടെ. മഹായുദ്ധം ഒഴിവാകട്ടെ. ലോകം ശാന്തമാകട്ടെ. ലോകം സമാധാനമാകട്ടെ. സർവാത്മാക്കൾക്കും സമാധാനം ഉണ്ടാവട്ടെ. സർവപ്രകൃതികളും തുണയായിരിക്കട്ടെ. ദേവന്മാരും ഭൂതപരമ്പരകളും സർവപ്രകൃതികളും തുണയായി നിന്ന് സർവ്വതും നടത്തപ്പെടുവാൻ മഹാശക്തിയുടെ ഉൾക്കരുണ ഉണ്ടാകട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി ഇതാ പൂർത്തീകരിക്കപ്പെടുന്നു. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കപ്പെടുവാൻ ഉറ്റു പ്രാർത്ഥിക്കാം. മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. മഹാദർശനം ഉണ്ടാകട്ടെ. തിരുവനുവാദം ഉണ്ടാകട്ടെ. കരുണ ഉണ്ടാകട്ടെ. ഓ കാരുണ്യത്തോടെ നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആയിരാരോഗ്യത്തോടുകൂടി മഹാശക്തി എന്നാളും കരുതട്ടെ. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമനമിത്രങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരുതപ്പെടട്ടെ. ഇന്നേ ദിവസം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏവരെയും ദർശിക്കുന്നു. ഓ ഇതിൽ പങ്കെടുക്കാൻ നിർവാഹമില്ലാതെ വിദൂരങ്ങളിൽ നിന്ന് വിതുമ്പുന്നവരെയും ദർശിക്കുന്നു. എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിക്കുന്നു. ആത്മശാന്തിക്കായി അർപ്പിച്ച നേർച്ചയെ സ്വീകരിക്കുന്നു. എല്ലാ നേർച്ചകളെയും സ്വീകരിച്ച് ആശിക്കുന്ന നന്മകളെ അനുഗ്രഹിക്കുന്നു. ആശിക്കുന്ന നന്മകളെ ദാനം ചെയ്യുന്നു. ഉന്നതനാകുന്ന ദൈവം എന്നും നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. തെളിഞ്ഞ ശോഭയോടെ നിറഞ്ഞ കലകളോടെ മഹാശക്തി വാണിരുന്നുകൊണ്ട് ഉന്നതമായ കർമ്മങ്ങളെല്ലാം നടത്തി തരുമാറാകട്ടെ. നമ്മുടെ 2 ശാഖാശ്രമങ്ങളിൽ പുനർനിർമ്മാണ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാമ്പാടി ശാഖാശ്രമത്തിന്റെയും കവിയൂർ ശാഖാശ്രമത്തിന്റെയും നിർമ്മാണം വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആവശ്യമുള്ളതെല്ലാം ഭഗവാന്റെ കാരുണ്യത്താൽ അവിടെ എത്തിക്കുമാറാകട്ടെ. ഇത്രയും വേഗം പൂർത്തീകരിച്ച് സർവസൃഷ്ടാവാകുന്ന ദൈവത്തിന്റെ ഛായാചിത്രം അലങ്കരിച്ച് പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ മഹാശക്തി അനുവദിക്കുവാനാകട്ടെ. അതുപോലെ എല്ലാ വാർഷികങ്ങളിലും എഴുന്നള്ളത്തുണ്ടാകട്ടെ.